ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മേത്സ് സബ്ജക്റ്റിൽ വരുന്ന 10ാമത്തെ ചാപ്റ്ററാണ്. മെഷറിംഗ് വെയ്റ്റ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് എടുക്കേണ്ട പേജ് നമ്പർ 166 മുതലാണ്. സോ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 100 കിലോഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1 കിൻഡലാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാംസ് ആണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 10 കിൻഡലാണെന്നും പറയാം. സോ നമ്മുടെ ഹെഡിങ് വരികയാണ് 110 ആണ് നമ്മുടെ ഹെഡിങ്. നമുക്കറിയാം 110 എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാംസ് ആണ്. എ ലോറി വിത്ത് ഗുഡ്സ് ഹാസ് കം ടു ദി ഷോപ്പ്. ഇവിടെ കടയിലേക്ക് ഒരു ലോറി നിറയെ ഗുഡ്സ് സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. 1 sack contains 50 kilograms of rice. ഇതിൽ ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണുള്ളത്. ഓക്കെ, മനസ്സിലാക്കുക. ഒരു ലോറിയിൽ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു ചാക്കിൽ ഒരുപാട് ചാക്കുകൾ ഉണ്ടാവില്ലേ ലോറിയിൽ. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയാണ്, റൈസാണ് ഉള്ളത്. ഇവിടെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 sacks of 50 kilograms ഈച്ച്? ഓരോ ചാക്കിലും 50 കിലോഗ്രാം ഉള്ള 2 ചാക്കുകളുടെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാക്ക് എന്ന് പറഞ്ഞാൽ ചാക്കാണെന്ന് മനസ്സിലാക്കുക. ഒരു ചാക്കിൽ 50 കിലോഗ്രാം ഉള്ളത്, മറ്റൊരു ചാക്കുമുണ്ട് 50 കിലോഗ്രാം. ഇങ്ങനെ 50 കിലോഗ്രാമിൻ്റെ 2 ചാക്കുകളാണുള്ളത്. ഇവിടെ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. അതായത് 50 കിലോഗ്രാം പ്ലസ് 50 കിലോഗ്രാം എത്രയാണ്? 100 കിലോഗ്രാംസ് ആണ്. ഇവിടെ 2 ചാക്കുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 100 കിലോഗ്രാംസ് ആണ്. ടു മേക്ക് എ ടൺ, ഒരു ടൺ ആവാൻ വേണ്ടിയിട്ട് ഹൗ മെനി 50 കിലോഗ്രാം സാക്സ് ആർ നീഡഡ്? 50 കിലോഗ്രാം ഉള്ള എത്ര ചാക്കുകൾ വേണം എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 50 കിലോഗ്രാംസിൻ്റെ എത്ര ചാക്കുകൾ വേണം 1 ടൺ ആവാൻ വേണ്ടിയിട്ട്. അതായത് 50 കിലോഗ്രാമിൻ്റെ എത്ര ചാക്കുകൾ വേണം 1000 കിലോഗ്രാം ആവാനെന്നാണല്ലോ ഉദ്ദേശിച്ചത്. സോ നമുക്ക് എത്ര 50കളാണ് 1000 ആവുന്നത് എന്നാണ് നോക്കേണ്ടത്. എത്ര 50 കിലോഗ്രാം ഉള്ള ചാക്കുകൾ വെച്ചാലാണ് 1000 കിലോഗ്രാംസ് ആവുന്നത്. അതിന് നമ്മൾ 1000-ൽ എത്ര 50 ഉണ്ടെന്ന് നോക്കുക. 1000-ൽ 100-ൽ 250 ആണ്. 2 100 ആണ്. ബാക്കി 0 മുകളിലേക്ക് ഇട്ടെടുക്കുക. 20 ആണ്. 20 50 ആണ് 1000 എന്ന് പറയുന്നത്. എത്രയാണ്? 20 ടൈംസ് 50 ഉണ്ടായാലാണ് 1000 ആകുന്നത്. അതായത് 50 കിലോഗ്രാമിൻ്റെ 20 ചാക്കുകൾ വേണം 1 ടൺ ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടൺ ആണല്ലോ. 20 × 50 ആണ് 1000. അതായത് 1000 എന്ന് പറഞ്ഞാൽ 1 ടൺ ആണ്. 20 50കൾ കൂടി ചേരുമ്പോഴാണ് 1 ടൺ ആവുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എത്ര 50 ഗ്രാമിൻ്റെ ചാക്കുകൾ വേണം എന്നായിരുന്നു. നമ്മുടെ ആൻസർ എന്താണ്? 20 സാക്സ് വേണം. ഓക്കെ, ഹൗ ഐ കാൽക്കുലേറ്റഡ്, നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാംസ് ആണെന്ന്. സോ നമുക്കിവിടെ എത്ര 50 ആണ് 1000 എന്ന് കണ്ടാൽ മതി. നമ്മൾ 20 × 50 ആണ് 1000 എന്ന് കണ്ടെത്തി. സോ നമുക്ക് മനസ്സിലാക്കാം 20 സാക്സ് ആണ് വേണ്ടത്. അടുത്തൊരു ചോദ്യമാണ്, ഹൗ മെനി 25 കിലോഗ്രാം സാക്ക് മേക്ക് എ ടൺ? എത്ര 25 കിലോഗ്രാം ഉള്ള അരികളാണ് 1 ടൺ ആവുന്നത് എന്നാണ്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമുക്കറിയാം 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. എത്ര 25 കിലോഗ്രാം ആണ് 1000 കിലോഗ്രാം ആവുന്നത് എന്നല്ലേ. അതായത് എത്ര 25 ആണ് 1000 എന്നാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. നമുക്ക് 1000-ൽ എത്ര 25 ഉണ്ടെന്ന് നോക്കാം. 1000/25. 10-ലില്ല, 100-ൽ 4 25 ആണുള്ളത്. 4 25 100 ആണ്. അവിടെ താഴെ നിങ്ങൾക്ക് 0 കിട്ടും. അവിടെയുള്ള 0 നിങ്ങൾ മുകളിലേക്ക് എഴുതി കൊടുക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ 40 ആണ്. സോ നമ്മൾ എന്താണ് കണ്ടെത്തിയത്? 40 25കളാണ് 1000 എന്ന് പറയുന്നത്. അതായത്
40 സാക്സ് ആണ്. നമുക്ക് 25 ഗ്രാമുള്ള 40 സാക്സ് 40 ചാക്കുകളാണ് വേണ്ടത്. ഒരു ടൺ ആവാൻ വേണ്ടിയിട്ട് 40 സാക്സ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ അവിടെ ബോക്സിൽ 40 സാക്സ് എന്ന് എഴുതി കൊടുക്കുക. സാക്സ് എന്ന് പറഞ്ഞാൽ ചാക്കാണ്. 40 ചാക്കുകളാണ് നമുക്കിവിടെ വേണ്ടത്. ടൺ ആൻഡ് കിൻഡൽ. See the goods unloaded at the shop. Calculate the weights and complete the table. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ ഓരോ ഐറ്റംസ് ആ ഒരു ഷോപ്പിൽ ലോഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്. റൈസ്, ഷുഗർ, ഡാൽ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, ചില്ലി. പിന്നെ നമ്പർ ഓഫ് സാക്സ് എത്ര ചാക്കുകളിലായിട്ടാണ് എന്നും തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് 1 സാക്ക്, ഒരു സാക്കിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് ടോട്ടൽ വെയിറ്റ് ആണ്. അത് കിലോഗ്രാമിൽ കാണണം, ക്വിൻ്റലിൽ കാണണം, ടണ്ണിൽ കാണണം. ഓക്കെ, നമുക്ക് കണ്ടെത്താം. നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. ആദ്യത്തെ ഐറ്റം വരുന്നത് റൈസ് ആണ്, അരി. നമ്പർ ഓഫ് സാക്സ്, ചാക്കുകളുടെ എണ്ണം എത്രയാണ്? 40. അരിയുടെ 40 ചാക്കുകളുണ്ട്. വെയിറ്റ് ഓഫ് 1 സാക്ക് ഇൻ കിലോഗ്രാമിലാണ്. ഒരു ചാക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാംസ് ആണ്. സോ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള 40 ചാക്കുകളുണ്ട്. അരിയുടെ 40 ചാക്കുകളുണ്ട്. ടോട്ടൽ വെയിറ്റ് ഇൻ കിലോഗ്രാമിൽ കാണണം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ചാക്ക് അരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. ഓക്കെ, അങ്ങനത്തെ 40 ചാക്കുകളുണ്ട്, 40 സാക്സുകളുണ്ട്. അതായത് 50 കിലോഗ്രാം ഉള്ള വേറെയും ചാക്കുണ്ട്, രണ്ടാമത്തെ ചാക്കുണ്ട്, മൂന്നാമത്തെ ചാക്കിലും 50 കിലോഗ്രാം അരിയുണ്ട്. അങ്ങനെ എത്ര ചാക്കുകളുണ്ട്? ഇങ്ങനത്തെ ഓരോ 50 കിലോഗ്രാംസ് വെയിറ്റുള്ള 40 സാക്സുകളാണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കിലോഗ്രാമിൽ കാണണം. എത്രയാണ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എത്ര 50കളുണ്ട്? 40 50കളല്ലേ വരുന്നത്. സോ നമുക്കിവിടെ 40 × 50 ചെയ്യാം. 0 × 0 നമുക്കിവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം 0 × 0 എത്രയാണ്? 0 ആണ്. 0 × 5 0 ആണ്. 4 × 0 0 ആണ്. 4 × 5 20 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ താഴേക്ക് എഴുതുമ്പോൾ 0 ഇറക്കി എഴുതുക, പിന്നെയും 0, പിന്നെ 0 2. നമുക്കിവിടെ 2000 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 40 50കളുണ്ട്. 40 × 50 2000 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇവിടെ വരുന്ന റൈസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2000 കിലോഗ്രാം റൈസാണ് ഇവിടെ ഉള്ളത്. 2000 കിലോഗ്രാം അരിയാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങളവിടെ കിലോഗ്രാമിൻ്റെ താഴെ 2000 കിലോഗ്രാംസ് എന്ന് എഴുതുക. അടുത്തത് എത്ര ക്വിൻ്റലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2000 കിലോഗ്രാം ആണല്ലോ ടോട്ടൽ ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാംസ് ആണ്. സോ 2000ൽ എത്ര 100കൾ ഉണ്ടെന്ന് നോക്കുക. അത്ര ക്വിൻ്റലാണ് നമുക്ക് ആൻസർ വരുന്നത്. 2000 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. നമുക്ക് 2000 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 20 ആണ് കിട്ടുന്നത്. സോ 2000ൽ 20 നൂറുകളാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം 20 ക്വിൻ്റലാണെന്ന്. സോ നിങ്ങളവിടെ ക്വിൻ്റലിൻ്റെ താഴെ 20 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് എത്ര ടൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1000 എന്ന് പറയുന്നതാണ് ഒരു ടൺ. ഇവിടെ 2000 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 210 ആണ്. 2000ൽ എത്ര 1000 ഉണ്ട്? 2000 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 ടൺ ആണുള്ളതെന്ന് നമുക്ക് എഴുതാം. അടുത്തത് ഷുഗർ ആണ്. ഷുഗർ ഇവിടെ 20 സാക്സ് ആണ്. 20 ചാക്കുകളാണ് വരുന്നത്. ഓരോ സാക്കിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. സോ നമുക്കിവിടെ ടോട്ടൽ കിലോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട് 50 കിലോഗ്രാം വരുന്ന 20 ചാക്കുകളുണ്ട്. സോ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 20 × 50 ചെയ്യാം. അപ്പോൾ നമുക്ക് 1000 എന്നാണ് കിട്ടുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ 20 × 50 ചെയ്യാം? ആദ്യം നിങ്ങൾ 2 × 5 ചെയ്യാം. നിങ്ങൾക്ക് 2 × 5 10 കിട്ടി. പിന്നെ നമ്മുടെ ചോദ്യത്തിലുള്ള സീറോസ് ഇട്ട് കൊടുക്കുക. 2 സീറോസ് ആണുള്ളത്. സോ നമുക്കിവിടെ ആൻസർ 1000 എന്ന് കിട്ടി. നിങ്ങളവിടെ കിലോഗ്രാം, ടോട്ടൽ കിലോഗ്രാം 1000 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 1000 കിലോഗ്രാം എത്ര ക്വിൻ്റലാണെന്ന് കാണാൻ വേണ്ടിയിട്ട് 1000ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം ഒരു 100 എന്ന് പറയുന്നത് 1 ക്വിൻ്റലാണ്.
1000-ൽ എത്ര നൂറുകളുണ്ട്? 10 നൂറാണുള്ളത്. സോ 1000 കിലോഗ്രാം എന്ന് പറയുന്നത് 10 കിൻഡലാണ്. നിങ്ങൾ അവിടെ കിൻഡലിൻ്റെ താഴെ 10 എന്ന് എഴുതി കൊടുക്കുക. ഇനി ടൺ, 1000 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ടൺ ആണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1000 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1 ടൺ. സോ നിങ്ങൾ അവിടെ 1 എന്ന് എഴുതി കൊടുക്കുക. അടുത്തതാണ് ഡാൽ. ഡാൽ എത്രയാണ്? 25 ചാക്കുകളുണ്ട്, 25 സാക്സ് ഉണ്ട്. ഓരോ സാക്കിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. സോ നമുക്ക് ടോട്ടൽ കിലോഗ്രാം കാണാൻ വേണ്ടിയിട്ട് 20 × 25 ചെയ്യാം. നമുക്ക് 25 × 20 ഈസി ആയിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ അവിടെ 0നെ മാറ്റി നിർത്തി 25 × 2 മാത്രം ചെയ്യാം. നമുക്ക് 2 × 5 10 കിട്ടി. 2 × 2 4 + 1 5 50 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചോദ്യത്തിൽ മാറ്റി വെച്ച 0 അവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 500 എന്ന് കിട്ടി. 25 × 20 വരുന്നത് 500 ആണ് ആൻസർ വരുന്നത്. നിങ്ങളുടെ ടോട്ടൽ കിലോഗ്രാം 500 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് എത്ര കിൻഡലാണെന്ന് കാണണം. 100 എന്ന് പറയുന്നത് 1 കിൻഡലാണ്. 500-ൽ എത്ര 100 ഉണ്ട്? 500 ഡിവൈഡഡ് ബൈ 100 നമുക്ക് 5 എന്ന് കിട്ടും. സോ 500 എന്ന് പറയുന്നത് 5 കിൻഡലാണ്. 10 ആണെങ്കിൽ നമുക്കറിയാം 1000-നാണ് ഒരു ടൺ എന്ന് പറയുന്നത്. 500 എന്ന് പറയുന്നത് 1000-ൻ്റെ പകുതിയാണല്ലോ. സോ നമുക്ക് അവിടെ എഴുതാം ഹാഫ് ടൺ എന്ന് എഴുതാം. അവിടെ ഒരു ടൺ കംപ്ലീറ്റ് ആയിട്ടില്ല. 1000 കിലോഗ്രാം ഉണ്ടെങ്കിലേ നമുക്ക് 1 ടൺ എന്ന് പറയാൻ പറ്റുള്ളൂ. 1000-ൻ്റെ പകുതി അവിടെ 500 കിലോഗ്രാം ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ടൺ എന്ന് എഴുതിയിട്ടുള്ളത്. അടുത്ത ഐറ്റമാണ് ബ്ലാക്ക് ഗ്രാം. ബ്ലാക്ക് ഗ്രാം എത്ര സാക്സ് ആണ് വരുന്നത്? 5 സാക്സ് ആണ് വരുന്നത്. ഓരോ സാക്കിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ടോട്ടൽ കിലോഗ്രാം കാണാൻ എന്ത് ചെയ്താൽ മതി? 5 × 10. 5 × 10 എത്രയാണ്? 50 ആണ്. നമുക്ക് അവിടെ എത്ര കിട്ടി? 50 കിലോഗ്രാം ആണെന്ന് കിട്ടി. നിങ്ങൾ അവിടെ കിലോഗ്രാമിൻ്റെ കോളത്തിൽ 50 എന്ന് എഴുതി കൊടുക്കുക. ഇനി എത്ര കിൻഡലാണ്? നമുക്കറിയാം ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഇവിടെ 50 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് 100-ൻ്റെ പകുതിയാണല്ലോ 50 കിലോഗ്രാം. അതുകൊണ്ട് നമുക്ക് എഴുതാം ഇവിടെ ഹാഫ് കിൻഡൽ ആണുള്ളതെന്ന് എഴുതാം. നിങ്ങൾ അവിടെ കിൻഡലിൻ്റെ കോളത്തിൽ ഹാഫ് കിൻഡൽ എന്ന് എഴുതി കൊടുത്തേ. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഗ്രീൻ ഗ്രാം. ഗ്രീൻ ഗ്രാം എത്ര ചാക്ക് വരുന്നുണ്ട്? എത്ര സാക്സ് വരുന്നുണ്ട്? 5 സാക്സ് ആണ് വരുന്നത്. ഓരോ സാക്കിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. 50 കിലോഗ്രാം ആണ്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ കിലോഗ്രാം കാണാൻ വേണ്ടിയിട്ട് 5 × 50 ചെയ്യാം. എത്ര കിട്ടും? 5 × 50. 5 × 5 25 ആണ്. 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 250 കിലോഗ്രാം ആണുള്ളത്. ഇനി എത്ര കിൻഡലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 100 എന്ന് പറയുന്നത് 1 കിൻഡലാണ്. 250-ൽ 2 100s ഉണ്ട്. നമുക്കിവിടെ 2 കിൻഡൽ ഉണ്ട്. പിന്നെ 50 ഉണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 2.5 കിൻഡൽ ആണെന്ന് പറയാം. 250 കിലോഗ്രാം എന്നുള്ളത് 2.5 കിൻഡലാണ്. അടുത്തത് എത്ര ടൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. സോ നമുക്കിവിടെ 1 ടൺ എന്ന് എഴുതാൻ പറ്റില്ല. ഇനി ഹാഫ് ടൺ നമ്മൾ എഴുതിയിരുന്നു 500 ഉള്ളപ്പോൾ. ഇവിടെ ഹാഫും ഇല്ല. ഹാഫിൻ്റെക്കാട്ടിലും പകുതിയാണുള്ളത്. ഇവിടെ 1/4 ഭാഗമാണ്. 1000-ൻ്റെ 1/4 ഭാഗം ക്വാർട്ടർ ആണുള്ളത്. നമുക്കിവിടെ ക്വാർട്ടർ ടൺ എന്ന് എഴുതാം. 1/4 ഭാഗമാണുള്ളത്. സോ നിങ്ങൾ അവിടെ ക്വാർട്ടർ ടൺ എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ലാസ്റ്റ് ഐറ്റമാണ് ചില്ലി. ചില്ലി എത്രയാണ് വരുന്നത്? 4 സാക്സ് വരുന്നുണ്ട്. 50 കിലോഗ്രാം ആണ്. നമുക്കിവിടെ 4 × 50 ചെയ്യാം. എത്ര കിലോഗ്രാമിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 4 × 50 എത്രയാണ്? ആദ്യം 4 × 5 ചെയ്യാം. 4 × 5 20 ആണ്. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ 0 ഇട്ട് കൊടുക്കാം. സോ ഇവിടെ 4 × 50 200 എന്ന് കിട്ടിയിട്ടുണ്ട്. 200 കിലോഗ്രാം ആണ് ഇവിടെ വരുന്നത്. അവിടെ നിങ്ങൾ 200 എന്ന് എഴുതി കൊടുക്കുക. ഇനി എത്ര കിൻഡലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കിൻഡൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു 100 കിലോഗ്രാം ആണ്. ഇവിടെ 200 കിലോഗ്രാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എഴുതാം 2 കിൻഡലാണുള്ളത് എന്ന് എഴുതാം. നിങ്ങൾ അവിടെ കിൻഡലിൻ്റെ കോളത്തിൽ 2 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക.
അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ലെഫ്റ്റ്? എന്താണ് ബാക്കിയായത്? എ മാൻ ഇൻ ദ ഷോപ്പ് വെയ്റ്റഡ് സം ഓഫ് ദി ഐറ്റംസ് ബോട്ട് ഫോർ ദി വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഷോപ്പിലുള്ള ഒരാൾ കല്യാണ പരിപാടിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ തൂക്കി നോക്കി. ഹീ ടുക്ക് ദം ഫ്രം 1 കിലോഗ്രാം പാക്കറ്റ്സ്. അയാൾ എടുത്തത് എന്താണ്? 1 കിലോഗ്രാം പാക്കറ്റുകളിൽ നിന്നാണ് എല്ലാം എടുത്തത്. ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ ഈച്ച് പാക്കറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിലും ബാലൻസ് ബാക്കിയായി വരുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ഐറ്റം നോക്കാം. ആദ്യത്തെ ഐറ്റം കാർഡമം. അത് വെയിറ്റ് ബോട്ട് വാങ്ങിയിട്ടുള്ള തൂക്കം എന്ന് പറയുന്നത് 250 ഗ്രാംസ് ആണ്. അപ്പോൾ എത്രയാണ് ബാക്കിയായിട്ടുള്ളത്? ഇവിടെ 1 കിലോഗ്രാമിൽ നിന്നാണ് വാങ്ങുന്നത്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ 1000 ഗ്രാം ആണ് ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അതായത് ഓരോ പാക്കറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അതായത് ഓരോ പാക്കറ്റ് എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ ആദ്യത്തെ ഐറ്റം വാങ്ങിയിട്ടുള്ളത് 250 ഗ്രാംസേ വാങ്ങിയിട്ടുള്ളൂ. അന്നപ്പോൾ 1000 ഗ്രാംസിൽ നിന്ന് 250 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാലൻസ് എത്ര വരുന്നത്? 1000 മൈനസ് 250 എത്രയാണ്? നമുക്ക് 1000 മൈനസ് 250 ചെയ്ത് നോക്കാം. 0 0 പോയാൽ 0 ആണ്. 0 5 കുറയ്ക്കാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുക്കും. അടുത്തതും 0 ആണ്. സോ അതിൻ്റെ തൊട്ടടുത്തതിൽ നിന്നാണ് കടമെടുക്കുക. 1ൽ നിന്ന് 0യിലേക്ക് എടുക്കുമ്പോൾ 0 ഉള്ളത് 10 ആവും. 1 എന്നുള്ളത് 0 ആവും. പിന്നെ അടുത്ത 0യിലേക്ക് കടമെടുക്കും. അവിടെ 9 ആവും. ഇവിടെ 0 എന്നുള്ളത് 10 ആവും. 10 മൈനസ് 5 ആണ്. 9 മൈനസ് 2 7 ആണ്. നമുക്കിവിടെ 750 ആണ് ബാലൻസ് ആയിട്ട് വരുന്നത് എന്ന് എഴുതാം. കാർഡമം എന്ന് പറഞ്ഞാൽ ഏലക്കായാണ്. ഇവിടെ ഏലക്കായ് 250 ഗ്രാമേ വാങ്ങിയിട്ടുള്ളൂ. 1 കിലോഗ്രാം എന്നുള്ള പാക്കറ്റിൽ നിന്നായിരുന്നു എടുത്തത്. സോ ബാലൻസ് വരുന്നത് 750 ഗ്രാംസ് ആണ്. അടുത്ത ഐറ്റം വരുന്നത് കാഷ്യൂ നെറ്റാണ്. 900 ഗ്രാംസ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ഉള്ള പാക്കറ്റിൽ നിന്നാണ് 900 ഗ്രാംസ് എടുക്കുന്നത്. 1000 മൈനസ് 900 എത്രയാണ്? 100 ഗ്രാംസ് ആണ്. ഇവിടെ ലെഫ്റ്റ് ബാക്കിയായിട്ട് വരുന്നത് 1000 മൈനസ് 900 നമുക്ക് 100 എന്ന് കിട്ടി. സോ നിങ്ങൾ അവിടെ ലെഫ്റ്റ് എന്ന കോളത്തിൽ 100 എന്ന് എഴുതി കൊടുക്കുക. 100 ഗ്രാംസ്. അടുത്ത ഐറ്റം വരുന്നത് റൈസിൻ ആണ്. റൈസിൻ എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി 1000 ഗ്രാംസ് വാങ്ങിയിട്ടുണ്ട്. അവിടെ ബാലൻസ് ഉണ്ടാവുമോ? ഇവിടെ ബാലൻസ് ഉണ്ടാവില്ല. അവിടെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡാഷ് ഇടാം. അടുത്തത് ടെർമറിക് 750 ഗ്രാംസ് ആണ് വാങ്ങുന്നത്. നമുക്ക് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് 1000 മൈനസ് 750 ചെയ്യാം. 0 0 പോയാൽ 0 ആണ്. അടുത്ത 0 5 കുറയ്ക്കാൻ പറ്റിയില്ല. സോ നമ്മൾ 1ൽ നിന്ന് കടമെടുക്കും. അവിടെ 10 ആവും. പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്ത 0യിലേക്ക് കടമെടുക്കുമ്പോൾ 10 എന്നുള്ളത് 9 ആവും. അടുത്ത 0 എന്നുള്ളത് 10 ആവും. 10ൽ നിന്ന് 5 പോയാൽ 5 ആണ്. 10ൽ നിന്ന് 7 പോയാൽ 2 ആണ്. സോ നമുക്കിവിടെ 250 ഗ്രാംസ് ആണ് ഇവിടെ ബാക്കിയായിട്ട് വരുന്നത്. ടെർമറിക്കിൻ്റെ ലെഫ്റ്റിൽ നിങ്ങൾ 250 എന്ന് എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ഐറ്റം നോക്കുക. ജീരകമാണ്. 500 ഗ്രാംസ് ആണ് വാങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് എത്രയാണ് ബാലൻസ് വരിക? 1000 ഗ്രാംസ് ആയിരുന്നു ഉള്ളത്. 1000 ഗ്രാംസിൽ നിന്ന് 500 ഗ്രാംസ് പോയാൽ നമുക്ക് ആൻസർ 500 ഗ്രാംസ് എന്നാണ് ഉത്തരം കിട്ടുന്നത്. നിങ്ങളവിടെ ലെഫ്റ്റ് എന്ന കോളത്തിൽ 500 ഗ്രാംസ് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് താഴെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി ഐറ്റംസ് ബോട്ട്? നമ്മൾ വാങ്ങിച്ച ഐറ്റംസിൻ്റെ ടോട്ടൽ വെയ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ചോദിച്ചത്. വാങ്ങിയ ഐറ്റംസിൻ്റെ ടോട്ടലാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആദ്യത്തെ കോളത്തിൻ്റെ ടോട്ടലാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 0 0 0 0 0 ആണ് വരുന്നത്. പിന്നെ 5 0 പ്ലസ് 0 പ്ലസ് 5 പ്ലസ് 0 10 ആണ്. 0 അവിടെ എഴുതി ബാലൻസ് 1 അവിടെ ഇട്ട് കൊടുക്കുക. ഇനി 9 2 11 11 1 12 ആണ്. 12ഉം 7ഉം 19 ആയി. 19ഉം 5ഉം 24. അതിൽ നമ്മൾ അവിടെ താഴെ 4 എന്ന് എഴുതി കൊടുക്കുക. 4 എഴുതിയിട്ട് 2 ബാലൻസ് ആയിട്ട് വരും. 2 മുകളിലേക്ക് എഴുതുക. അവിടെ 1000ൻ്റെ 1 വരുന്നത്. 1ഉം 2ഉം 3 ആണ്. 3400 ഗ്രാംസ് 3400 ഗ്രാംസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.
ഇതിനെ നമ്മൾ ഗ്രാംസിലേക്കും കിലോഗ്രാമിലേക്കും മാറ്റി എഴുതണം. നമുക്കറിയാം 1000 ഗ്രാംസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. ഇവിടെ 3400 എന്ന് പറയുന്നതിൽ 3000കളുണ്ട്, 3000ങ്ങളുണ്ട്. നമുക്കറിയാം 1000 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്, 3000 എന്ന് പറയുന്നത് 3 കിലോഗ്രാംസ് ആണ്. ഇവിടെ വരുന്നത് ബാലൻസ് 400 ഗ്രാംസ് ആണ്. സോ 3 കിലോഗ്രാം 400 ഗ്രാംസ് എന്നാണ് ആൻസർ വരുന്നത്. കിലോഗ്രാംസിനെ ഗ്രാമിലേക്കൊക്കെ മാറ്റാൻ നമ്മൾ മെഷറിംഗ് ലെങ്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഓർമ്മയുള്ളതല്ലേ? സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം 3 കിലോഗ്രാമും 400 ഗ്രാംസുമാണ്. അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാം. വാട്ട് ഈസ് ദ വെയിറ്റ്? എന്താണ് വെയിറ്റ്? തൂക്കം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ അവർ അച്ഛനും മകനും ഷോപ്പിലെത്തിയിട്ട് ഒരു പഴം, ഒരു കൊല അവിടെ വെച്ച് തൂക്കി നോക്കുമ്പോൾ അവർക്ക് മെഷീനിൽ കാണിക്കുന്നത് 12.000 എന്നാണ്. സോ കുട്ടി ചിന്തിക്കുകയാണ് എന്താണ് ഈ ഒരു വെയിറ്റ് എന്ന്. കടക്കാരൻ പറയാണ് ഇത് 12 കിലോഗ്രാംസ് എന്നാണ്. 12.000 എന്ന് കാണിച്ചാൽ 12 കിലോഗ്രാംസ് ആണ് അതിൻ്റെ വെയിറ്റ് എന്നാണ്. ഇനി താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ മെഷീനിൽ കാണിക്കുന്ന വെയിറ്റ് ആണ് നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ തന്നിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എത്രയാണ് വെയിറ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യത്തേത് നോക്കിക്കേ, 10.000 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് എത്രയാണ്? 10 കിലോഗ്രാംസ് ആണ് വെയിറ്റ്. നിങ്ങളവിടെ വെയിറ്റിൻ്റെ കോളത്തിൽ 10 കിലോഗ്രാംസ് എന്ന് എഴുതി കൊടുക്കുക. അടുത്ത രണ്ടാമത്തേത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 13.070 എന്നാണ് തന്നിട്ടുള്ളത്. അത് ഉദ്ദേശിക്കുന്നത് 13 കിലോഗ്രാംസും 70 ഗ്രാംസുമാണ്. അതവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം. അടുത്ത മൂന്നാമത്തേത് വരുന്നത് 7.250 എന്നാണ്. പോയിന്റിന് മുൻപേ ഉള്ളത് ആദ്യം കിലോഗ്രാം ആണ്. ഞാനിവിടെ കിലോഗ്രാമിന് kg എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളവിടെ കിലോഗ്രാംസ് എന്ന് എഴുതുക. പോയിന്റിന് ശേഷം 250 ആണ്, അതാണ് ഗ്രാംസ് ആയിട്ട് വരിക. ഇനി അടുത്തത് 0.500 ആണ്. അവിടെ കിലോഗ്രാം ഇല്ല, ഗ്രാംസ് മാത്രമേ ഉള്ളൂ. 500 ഗ്രാംസ് ആണ്. അടുത്തത് 1.005 ഉള്ളത് 1 കിലോഗ്രാമും 5 ഗ്രാംസും ആണ്. അടുത്തത് 9 പോയിന്റ് ആണ്. 9 എന്നുള്ളത് കിലോഗ്രാം ആണ്. പോയിന്റിന് ശേഷമുള്ള 900 എന്നുള്ളത് ഗ്രാംസും ആണ്. 9 കിലോഗ്രാം 900 ഗ്രാംസ് എന്നാണ് വരുന്നത്. സോ നിങ്ങൾ ഈ ഒരു ടേബിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എഴുതുക. പോയിന്റിന് മുൻപേ ഉള്ളതാണ് കിലോഗ്രാം, പോയിന്റിന് ശേഷമുള്ളത് ഗ്രാംസും ആക്കി എഴുതുക. അടുത്ത പേജിൽ നമുക്ക് കാണാം മിലാനും അവൻ്റെ അച്ഛനും വാങ്ങിയ സാധനങ്ങളൊക്കെ ഗുഡ്സിലേക്ക് കയറ്റുകയാണ്. അവിടെ ജോലിക്കാരൻ പറയാണ് 50 റുപ്പീസ് വേജ് ഫോർ 1 കിൻഡൽ. ഒരു കിൻഡൽ ചുമന്ന് ഗുഡ്സിലേക്ക് കയറ്റുന്നതിന് എത്രയാണ്? 50 റുപ്പീസ് ആണ് അയാൾ ശമ്പളമായിട്ട് വാങ്ങുന്നത്. ഓക്കെ, 50 റുപ്പീസ് ഫോർ 1 കിൻഡൽ ആണ്. ഇനി താഴെ നോക്കിക്കേ, ദ വെജിറ്റബിൾസ് മിലാൻ ആൻഡ് ഫാദർ ബോട്ട് വെർ ലോഡർ ഇൻ എ ഗുഡ്സ്. മിലാനും അവൻ്റെ അച്ഛനും വാങ്ങിയ സാധനങ്ങളൊക്കെ ഗുഡ്സിൽ കയറ്റിയിട്ടുണ്ട്. ഇവിടെ താഴെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതാണ് അവർ വാങ്ങിച്ച സാധനങ്ങൾ. ഓക്ര 10 കിലോഗ്രാം, പംകിൻ 25 കിലോഗ്രാം, പൊട്ടാറ്റോ 50 കിലോഗ്രാം, ടൊമാറ്റോ 15 കിലോഗ്രാം, ഗ്രീൻ ചില്ലി 2500 ഗ്രാംസ്, മാംഗോ 5 കിലോഗ്രാംസ്, carrot 10 kilograms, onion 30 kilograms, ginger 3500 grams. Is the total weight more than a quintal or less? ഇവിടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് കിൻഡലിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിച്ചത്. ആദ്യം നമുക്ക് ടോട്ടൽ വെയിറ്റ് കാണാം. ഇവിടെ ശ്രദ്ധിച്ച്, ടോട്ടൽ വെയിറ്റ് നമ്മളോട് കിലോഗ്രാംസിലാണ് ചോദിച്ചത്. നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഗ്രാംസിൽ തന്ന സാധനങ്ങളുണ്ട്, കിലോഗ്രാംസിൽ തന്നതുണ്ട്. സോ നമുക്ക് ഇവിടെ ടോട്ടൽ കിലോഗ്രാംസിൽ മാത്രമായിട്ടാണ് കാണേണ്ടത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കൂട്ടുമ്പോൾ കിലോഗ്രാമുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, ഗ്രാംസ് മിക്സാക്കി കൂട്ടരുത്, ഗ്രാംസുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ എന്ന്. സോ നമുക്ക് അങ്ങനെ ഒന്ന് കൂട്ടി നോക്കാം. നമുക്കിവിടെ ആദ്യം കിലോഗ്രാംസുകൾ തമ്മിൽ മാത്രം കൂട്ടാം. ഇവിടെ ആദ്യത്തെ ഐറ്റം ഒക്ര 10 കിലോഗ്രാംസ് ആണ്, അത് 10 കിലോഗ്രാംസ്. അടുത്തത് പംകിൻ 25 കിലോഗ്രാംസ് ആണ്, അത് കൂട്ടുമ്പോൾ നമുക്ക് 35 കിട്ടി. പൊട്ടാറ്റോ 50 കിലോഗ്രാംസ് ആണ്, നമുക്ക് 35 + 50 85 എന്ന് കിട്ടി.
അടുത്തത് ടൊമാറ്റോ 15 കിലോഗ്രാംസ് ആണ്. 85+15 നമുക്ക് 100 കിലോഗ്രാംസ് എന്ന് കിട്ടി. ഗ്രീൻ ചില്ലി 2500 ഗ്രാംസ് എന്നാണ് തന്നിട്ടുള്ളത്. അതവിടെ നമുക്ക് മാറ്റി നിർത്താം. അടുത്തത് മാംഗോ 5 കിലോഗ്രാം ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 105 എന്ന് കിട്ടി. അടുത്തത് ക്യാരറ്റ് 10 കിലോഗ്രാംസ് ആണ്. 115 കിലോഗ്രാംസ് എന്ന് കിട്ടി. ഓണിയൻ 30 കിലോഗ്രാംസ് ആണ്. നമുക്ക് 115 + 30 145 എന്ന് കിട്ടി. സോ നമുക്ക് അടുത്തത് ജിഞ്ചർ 3500 ഗ്രാംസ് എന്നാണ് തന്നിട്ടുള്ളത്. അതും നമുക്ക് അവിടെ മാറ്റി നിർത്താം. ഗ്രാംസ് കൂട്ടാതെ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 145 കിലോഗ്രാംസ് എന്നാണ് തന്നിട്ടുള്ളത്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രാംസിൽ തന്നതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. അതായത് ഇവിടെ 2500 ഗ്രാംസ് എന്ന് തന്നിട്ടുണ്ട് ഗ്രീൻ ചില്ലി. അതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണം. നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. 2500 എന്നതിൽ എത്ര 1000 ഉണ്ട്? 2000 എന്ന് പറയുമ്പോൾ 2000കളുണ്ട്, 2000ങ്ങളുണ്ട്. സോ നമുക്കിവിടെ 2 കിലോഗ്രാം ഉണ്ടെന്ന് പറയാം. ബാലൻസ് 500 ഗ്രാം ആണുള്ളത് പറയാം. സോ നമുക്കിവിടെ 2 കിലോഗ്രാം എന്ന് കിട്ടിയില്ലേ? ഈ കിലോഗ്രാമിനെ നമുക്ക് നേരത്തെ കിട്ടിയ കിലോഗ്രാമിനോട് കൂട്ടാൻ പറ്റില്ലേ? സോ അതിനോട് ഈ ഒരു 2 കിലോഗ്രാമിനെ കൂട്ടാം. 500നെ അവിടെ മാറ്റി തന്നെ വെക്കുക. ഇനി അടുത്ത ഐറ്റം ആയിരുന്നു ജിഞ്ചർ. 3500 ഗ്രാംസ് ആണ് തന്നത്. അതിനെയും നമുക്ക് ഇനി കിലോഗ്രാമിലേക്ക് മാറ്റാം. 3500 ഗ്രാംസ് എന്നാണല്ലോ തന്നത്. 3500ൽ എത്ര 1000 ഉണ്ട്? 3000 എന്ന് പറയുമ്പോൾ അതിൽ 3000കൾ 3000ങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് 3 കിലോഗ്രാം ഉണ്ടെന്ന് പറയാം. ബാലൻസ് 500 ഗ്രാംസ് വരുന്നുണ്ട്. അത് അവിടെ മാറ്റി വെക്കുക. ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു 3 കിലോഗ്രാമിനെയും കൂടി നമുക്ക് ഇവിടെ ആദ്യം കിട്ടിയതിലേക്ക് കൂട്ടാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ടെണ്ണത്തിലും 500 ഗ്രാംസ് എന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 2 കിലോഗ്രാം 500 ഗ്രാംസിലും 500 മാറ്റി വെച്ചിട്ടുണ്ട്. 3 കിലോഗ്രാം 500 ഗ്രാംസിലും 500 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 500ഉം 500ഉം കൂടി കൂട്ടാം. കൂട്ടുമ്പോൾ നമുക്ക് 1000 ഗ്രാംസ് എന്ന് കിട്ടിയില്ലേ? 1000 ഗ്രാംസ് എന്ന് കിട്ടി. 1000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ അവിടെ കിലോഗ്രാം തെറ്റിപ്പോയതാണ് എഴുതിയത്. 1000 ഗ്രാംസ് ആണ് കിട്ടിയത്. നമുക്കറിയാം അവിടെ തിരുത്തിയിട്ടുണ്ട്. 1000 ഗ്രാംസ് എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം അല്ലേ? ഓക്കെ. സോ നമുക്കിവിടെ 1 കിലോഗ്രാം എന്ന് കിട്ടി. അതും ഈ കിലോഗ്രാമിനോട് കൂട്ടാം. ഇപ്പോൾ നമുക്ക് 145 + 2 + 3 + 1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം കിലോഗ്രാമിലായി നമുക്ക് കിലോഗ്രാമിൽ കൂട്ടാം. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 145 + 2 + 3 + 1 നമുക്ക് 151 എന്ന് കിട്ടി. ഈ ഒരു സാധനങ്ങൾ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ കിലോഗ്രാമിൽ എല്ലാം കൺവേർട്ട് ചെയ്ത് കിലോഗ്രാംസിൽ മാത്രമായിട്ട് നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടുന്നത് 151 കിലോഗ്രാംസ് എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നമ്മൾക്ക് അവിടെ താഴെ കോളത്തിലേക്ക് എഴുതി കൊടുക്കാം. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ 100 കിലോഗ്രാംസ് ആണെന്ന്. ഇവിടെ മോർ ദാൻ ആൻ കിൻഡൽ ഓർ ലെസ്, ഇവിടെ കിൻഡലിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 151 പറയുന്നത് 100നെക്കാട്ടിലും കൂടില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മോർ ദാൻ എ കിൻഡൽ എന്ന് പറയാം. ഒരു കിൻഡലിനെക്കാട്ടിലും കൂടുതലാണ്. അടുത്ത ചോദ്യം, ഹൗ മച്ച് മോർ ഓർ ഹൗ മച്ച് ലെസ്? കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് കൂടുതൽ? ഒരു കിൻഡലിനെക്കാട്ടിലും എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. അതായത് 100നെക്കാട്ടിലും എത്ര കൂടുതലാണ്? നമുക്ക് 151 - 100 ചെയ്ത് നോക്കാം. നമുക്ക് 51 എന്ന് കിട്ടി. നമുക്ക് 51 കൂടുതലാണെന്നാണ് ഉത്തരം. അടുത്ത പേജിൽ നോക്കിക്കേ, ഹൗ മെനി പാക്കറ്റ്സ്? എത്ര പാക്കറ്റുകളാണെന്ന്. ദി ഷോപ്പ് കീപ്പർ ടുക്ക്, ഷോപ്പ് കീപ്പർ കടക്കാരൻ എടുത്തു 2/4 കിലോഗ്രാം പാക്കറ്റ്സ്. 1/4 കിലോഗ്രാമിൻ്റെ 2 പാക്കറ്റ്സ്. 1/4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ്. 1/4 എന്ന് പറയുന്നത് 250 ഗ്രാം വരും. 1000ൻ്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് 250 ഗ്രാം ആണല്ലോ. സോ ഇവിടെ 250 ഗ്രാം വരുന്ന 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെയോ 3 1/2 കിലോഗ്രാം പാക്കറ്റ്സ്. 1/2 കിലോഗ്രാം വരുന്ന 3 പാക്കറ്റുകളും എടുത്തിട്ടുണ്ട്. ടു മേക്ക് 10 കിലോഗ്രാംസ് ഓഫ് കൊറിയാൻഡർ. എന്തിനാണ്? 10 പാക്കറ്റ് ഓഫ് കൊറിയാൻഡർ ആണ്. 10 കിലോഗ്രാം ഓഫ് മല്ലിയാണ്
അയാൾക്ക് ഉണ്ടാക്കേണ്ടത്. ഹൗ മെനി പാക്കറ്റ്സ് ഡിഡ് ഹി ഗിവ്? അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റുകളാണ് അയാൾ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്ക് കണ്ടെത്താം. ഹൗ ഡു വി കാൽക്കുലേറ്റ്? നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഹൗ മെനി ഗ്രാംസ് ഡസ് 2/4 കിലോഗ്രാം പാക്കറ്റ്സ് മേക്ക്? 2/4 കിലോഗ്രാം പാക്കറ്റുകൾ എത്ര ഗ്രാമുകളാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 1000ന്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് 250 അല്ലേ? സോ ഒരു ക്വാർട്ടർ കിലോഗ്രാം എന്ന് പറയുന്നത് 250 ഗ്രാം ആണ്. അങ്ങനത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എഴുതാം, അത് 2 × 250 എത്ര വരും? 500 ഗ്രാംസ് വരും. സോ 2/4 കിലോഗ്രാമിന്റെ പാക്കറ്റ് എത്രയാണ്? 500 ഗ്രാംസ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്തത് ചോദിക്കാണ് 3/2 കിലോഗ്രാം പാക്കറ്റ്സോ? 3/2 കിലോഗ്രാം എത്രയാണ് ഉണ്ടാക്കുന്നത്? 1/2 കിലോഗ്രാം എന്ന് പറയുന്നത് 500 ഗ്രാംസ് ആണ്. 1000ന്റെ പകുതി 500 അല്ലേ? സോ 3 500 ഗ്രാമിന്റെ പാക്കറ്റുകൾ ഉണ്ട്. 3 × 500 1500 ഗ്രാംസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. എത്രയാണ് വെയിറ്റ് എന്നാണ് ചോദിച്ചത്. ടോട്ടൽ നമുക്ക് കിട്ടിയത് ആദ്യത്തേത് 500 ഗ്രാംസും രണ്ടാമത് കിട്ടിയ 1500 ഗ്രാംസും നമുക്ക് കൂട്ടുമ്പോൾ 2000 ഗ്രാംസ് എന്ന് കിട്ടി. 2000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം അല്ലേ? 1000 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. 2000 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 കിലോഗ്രാം ആണെന്ന് പറയാം. നിങ്ങൾ അവിടെ 2 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കുക. ഹൗ മെനി മോർ 1 കിലോഗ്രാം പാക്കറ്റ്സ് ആർ നീഡഡ് ടു മേക്ക് 10 കിലോഗ്രാംസ്? ഇവിടെ അയാൾക്ക് 10 കിലോഗ്രാംസ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ് ഇനി എത്ര 1 കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ കൂടി വേണമെന്ന്. ഇവിടെ നമ്മുടെ കയ്യിൽ 2 കിലോഗ്രാം ആണുള്ളത്. 10 കിലോഗ്രാം ആവാൻ ഇനി എത്ര വേണം? 10 - 2 8 അല്ലേ? ഇനി നമുക്ക് 8 കിലോഗ്രാം കൂടി വേണം. അതുകൊണ്ട് നമുക്ക് ഓരോ കിലോഗ്രാം ഉള്ള 8 പാക്കറ്റുകൾ കൂടിയാണ് ആവശ്യമുള്ളത്. നിങ്ങൾ അവിടെ 8 പാക്കറ്റ്സ് എന്ന് എഴുതി കൊടുക്കുക. എങ്ങനെയാ കിട്ടിയതെന്ന് മനസ്സിലായില്ല? എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഓക്കെ. How many packets would have been there if all were 1/2 kilogram packets? എല്ലാ പാക്കറ്റുകളും 1/2 കിലോഗ്രാം ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര പാക്കറ്റുകളാണ് ആവശ്യം വരിക എന്നാണ് ചോദിച്ചത്. നമുക്കിവിടെ 10 കിലോഗ്രാം ആണ് വേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അങ്ങനത്തെ എത്ര പാക്കറ്റ് വേണം 10 കിലോഗ്രാം ആക്കാൻ എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 കിലോഗ്രാമിൻ്റെ 10 പാക്കറ്റുകൾ വേണം. അപ്പോഴാണ് 10 കിലോഗ്രാം ആവുക എന്നത്. ഇവിടെ ചോദിക്കുകയാണ് ഒരു പാക്കറ്റിൽ 500 ഗ്രാംസ് ആണുള്ളത്. 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാം അല്ലേ? സോ ഓരോ പാക്കറ്റിലും 500 ഗ്രാമുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റുകൾ വേണം എന്നാണ് ചോദിച്ചത്. ഇവിടെ മനസ്സിലാക്കുക, 1 കിലോഗ്രാം ആവണമെങ്കിൽ 2 പാക്കറ്റുകൾ വേണം. സോ നമുക്ക് പറയാം 10 കിലോഗ്രാം വേണമെങ്കിൽ എത്ര വേണം? 20 പാക്കറ്റുകൾ വേണം. ഓക്കെ. ഇവിടെ നിങ്ങൾ ആൻസർ എഴുതി കൊടുക്കുക. 20 പാക്കറ്റ്സ് ആണ് നമുക്ക് ആവശ്യം വരിക. എങ്ങനെയാണെന്ന് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? ഇവിടെ 20 പാക്കറ്റ്സ് ആണ് കേട്ടോ നമുക്ക് ആവശ്യം വരുന്നത്. ഇനി അടുത്തത് ചോദിക്കുകയാണ് ഹൗ മെനി ഇഫ് ഓൾ വെർ 1/4 കിലോഗ്രാം പാക്കറ്റ്സ്? എല്ലാം 1/4 കിലോഗ്രാം ആണുള്ളതെന്ന്. 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 250 ഗ്രാം ആണ്. ക്വാർട്ടർ എന്ന് പറയുന്നത് 1/4 ഭാഗം എന്നാണ്. 1000ന്റെ 1/4 250 ആണ്. അതായത് ഓരോ പാക്കറ്റിലും 250 ഗ്രാമേ ഉള്ളൂ. അങ്ങനത്തെ എത്ര പാക്കറ്റുകൾ വേണം 10 കിലോഗ്രാം ആവാൻ എന്നാണ് ചോദിച്ചത്. 1 കിലോഗ്രാം തന്നെ ആവണമെങ്കിൽ നമുക്ക് എത്ര വേണം? 4 പാക്കറ്റുകൾ വേണം. 250 250 250 250 അങ്ങനെ 4 പാക്കറ്റുകൾ ഉണ്ടെങ്കിലേ നമുക്ക് 1 കിലോഗ്രാം കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് 10 കിലോഗ്രാം വേണം. അതുകൊണ്ട് നമുക്ക് 40 പാക്കറ്റുകൾ വേണം. 40 പാക്കറ്റുകളാണ് 10 കിലോഗ്രാം ആക്കുന്നത്. 250ന്റെ 10 പിന്നെ 250ന്റെ 40 പാക്കറ്റുകളാണ് 10 കിലോഗ്രാം ആക്കുന്നത്. നിങ്ങൾ അവിടെ ബോക്സിൽ എഴുതി കൊടുക്കുക 40 പാക്കറ്റ്, 40 പാക്കറ്റ്സ് എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം ഹൗ മച്ച് ഗീ? നെയ്യ് എത്രയാണെന്നാണ്. ദേ ബോട്ട് 250 milliliter ബോട്ടിൽസ് ആൻഡ് 500 milliliter ബോട്ടിൽ ഓഫ് ഗീ. എത്രയാണ് അവർ വാങ്ങിച്ചത്? 250 milliliter ഉള്ള 2 കുപ്പിയും 500 milliliter ഉള്ള 1 കുപ്പിയാണ് അവർ വാങ്ങിച്ചത്. ഹൗ മച്ച് ഗീ ഡിഡ് ദേ ബൈ? എത്രയാണ് അവർ ടോട്ടലായിട്ട് ബൈ ചെയ്തതാണ്?
250ൻ്റെ 2 ഉണ്ട്. അപ്പോൾ എത്രയായി? 500 മില്ലി ലിറ്റർ എന്ന് പറയാം. പിന്നെയോ 500 മില്ലി ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ട്. സോ നമുക്ക് 500 + 500 എത്രയായി? 1 മില്ലി ലിറ്റർ ആയി. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. സോ നമുക്ക് എന്ത് പറയാം? 1 ലിറ്റർ ഗീ ആണ് അവർ വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ചോദിക്കുകയാണ്, ഹൗ മെനി ബോട്ടിൽസ് വുഡ് ഹാവ് ബീൻ ദെയർ ഇഫ് ഓൾ വെർ 100 മില്ലി ലിറ്റർ ബോട്ടിൽസ്? അങ്ങനെയാണെങ്കിൽ എല്ലാ കുപ്പിയും 100 മില്ലി ലിറ്ററിൻ്റെ കുപ്പികളായിരുന്നെങ്കിൽ എത്ര ബോട്ടിൽസ് വേണ്ടി വന്നേനെ എന്നാണ് ചോദിച്ചത്. വാങ്ങിയിട്ടുള്ളത് 1 ലിറ്റർ, അതായത് 1000 മില്ലി ലിറ്റർ ഗീ ആണല്ലോ. 1000 മില്ലി ലിറ്റർ ആവാൻ വേണ്ടിയിട്ട് എത്ര 100 വേണം? എത്ര നൂറുകളാണ് 1000 ആക്കുന്നത്? 1000ൽ എത്ര നൂറുണ്ട്? 10. 1000 ഡിവൈഡഡ് ബൈ 100 നമുക്ക് 10 എന്ന് കിട്ടും. സോ 100 ആണ് 1000 ആക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 10 ബോട്ടിൽസ് ആവശ്യമുണ്ട്. 10 ബോട്ടിൽസ് 100 മില്ലി ലിറ്ററിൻ്റെ 10 കുപ്പികളാണ് നമുക്ക് 1000 മില്ലി ലിറ്റർ ഉണ്ടാക്കുന്നത്. അടുത്തത് ചോദിക്കുകയാണ്, ഹൗ മെനി ഇഫ് ഓൾ വെയർ 250 മില്ലി ലിറ്റർ ബോട്ടിൽസ്? ഓരോ കുപ്പിയിലും 250 മില്ലി ലിറ്റർ ഗീ ആയിരുന്നെങ്കിൽ എത്ര കുപ്പി വേണം? ഇവിടെ 1000ൽ എത്ര 250 ഉണ്ടെന്ന് നോക്കുക. നമുക്ക് 1000 ആണ് ആവശ്യമുള്ളത്. നമുക്ക് എത്ര 250 ആണ് 1000 ഉണ്ടാക്കുന്നത് നോക്കുക. 1000 ഡിവൈഡഡ് ബൈ 250 നമുക്ക് 4 എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ നമുക്കിവിടെ 4 ബോട്ടിൽസ് വേണം. 1000 മില്ലി ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 4 ബോട്ടിൽസ് ആണ് ആവശ്യമുള്ളത്. അടുത്തത് ബാക്ക് ഹോം. 635 kilograms of groceries and 375 kilograms of vegetables were loaded in a goods carrier. What is the ടോട്ടൽ വെയിറ്റ് ലോഡഡ്? ഗുഡ്സിൽ കൊണ്ടുപോകാണ്, അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 635 കിലോഗ്രാം ഗ്രോസറീസും ഉണ്ട്, 375 കിലോഗ്രാം വെജിറ്റബിൾസും ഉണ്ട്. നമ്മളോട് ടോട്ടൽ വെയിറ്റ് ആണ് ചോദിച്ചത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. നമുക്ക് കൂട്ടാം. 5 + 5 10 ആണ്, ബാലൻസ് 1 വരും. 7 + 3 10, 10 + 1 11 ആണ്, ബാലൻസ് 1 വരും. 6 + 3 9, 9 + 1 10. 1010 kilograms ആണ് ആൻസർ വരുന്നത്. നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക 1010. അടുത്തത് വാട്ടർ ടാങ്ക്. ദർ ഈസ് എ 1000 ലിറ്റർ ടാങ്ക്, എ 500 ലിറ്റർ ടാങ്ക്, 200 ലിറ്റർ ടാങ്ക്സ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഓൾ? ഇവിടെ 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, 500 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, 200 ലിറ്ററിൻ്റെ 2 ടാങ്കുകളുണ്ട്. എത്ര ലിറ്റർ ഓഫ് വെള്ളമാണ് നമുക്കിവിടെ സൂക്ഷിക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചത്. ടാങ്ക് 1ൽ എത്രയാണ്? 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇതിൽ 1000 ലിറ്റർ വെള്ളം സൂക്ഷിക്കാൻ പറ്റും. ടാങ്ക് 2ൽ 500 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൽ നമുക്ക് 500 ലിറ്റർ വെള്ളം കൊള്ളും. ടാങ്ക് 3ൽ 200 ലിറ്ററിൻ്റെതാണ്, 200 ലിറ്റർ വെള്ളം കൊള്ളും. ടാങ്ക് 4ൽ നമുക്കറിയാം അതും 200 ലിറ്ററിൻ്റെ ടാങ്കാണ്, അതിൽ 200 ലിറ്റർ വെള്ളം കൊള്ളും. ടോട്ടൽ കാണാം. നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 1900 ലിറ്റേഴ്സ് എന്നാണ്. നിങ്ങളവിടെ 1900 എന്ന് എഴുതി കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനിന് ആൻസേഴ്സ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയയ്ക്കുക. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.